ഇടുക്കിയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം വനം റവന്യൂ വകുപ്പുകളുടെ കർഷക വിരുദ്ധ നിലപാടുകളെന്ന് സ്വതന്ത്ര കർഷക സംഘടനകൾ. ഭൂപ്രശ്നങ്ങൾ ഉന്നയിച്ച് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക ഉച്ചകോടി നടത്തിയിരുന്നു. ഇടതുപക്ഷത്തിന് സംസ്ഥാനത്താകെയുണ്ടായ കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം കർഷകരുടെ പ്രതികരണമാണെന്ന് സ്വതന്ത്ര കർഷക സംഘടനകൾ വിലയിരുത്തുന്നു. ഇടതു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകളുടെ നിലപാടുകളും തിരിച്ചടിയായെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ, റവന്യൂ വനം വകുപ്പുകൾ നടത്തിയിട്ടുള്ള മനുഷ്യവേട്ട, ഇതെല്ലാം സമൂഹത്തിൽ വ്യാപകമായി ചർച്ചയാകുകയും അത് കർഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത്. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ കർഷക ഉച്ചകോടികൾ സംഘടിപ്പിച്ചു. ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. 2019 ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ 70,000-ഓളം വോട്ടിന്റെ കുറവ് ഇത്തവണ ഇടുക്കിയിലുണ്ടായത് കാർഷിക മേഖലയിൽ നിർമ്മാണ നിരോധനമടക്കം കൊണ്ടുവന്ന പ്രതിഫലനമാണ്. CPI എടുക്കുന്ന കർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്താൻ LDF തയ്യാറാകണം. സെപ്റ്റംബറിൽ സംസ്ഥാന തലത്തിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ഇടുക്കി.